ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഇന്നത്തെ ദിവസം നമുക്ക് വളരെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. നമുക്ക് ഈ ഗൂസ്ബം ടൈംസ് എന്നൊക്കെ പറയത്തില്ല, ആ സാധനം. കാരണം ഇന്നലെ നമ്മുടെ ശശി തരൂർ എം പി, കാരണം നമുക്ക് എന്താണ് അഭിമാനിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ എം പി ആണല്ലോ. അപ്പോ നമ്മുടെ ശശി തരൂർ എം പിയെ ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാർ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്കിന്റെ കാര്യങ്ങൾ, നയതന്ത്ര കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് അയച്ചിരുന്നു. നമ്മൾ കണ്ടതാണ്, ഒരുപാട് കോലാഹലങ്ങൾ അതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. അതായത് കോൺഗ്രസ്സുകാർ ശശി തരൂരിനെ വെട്ടുന്നു, ശശി തരൂരിന്റെ പേരില്ലാതെ ലിസ്റ്റ് കൊടുക്കുന്നു, അത് വകവെക്കാതെ കേന്ദ്ര സർക്കാർ ശശി തരൂരിന്റെ പേര് മാത്രം വെച്ചിട്ട് ലിസ്റ്റ് അയക്കുന്നു. അത് ഒരു പൊളിറ്റിക്സ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ കണ്ടതാണ്. കേന്ദ്ര സർക്കാർ ഓരോ ആൾക്കാരെയും സെലക്ട് ചെയ്ത് ഓരോ രാജ്യത്തോട്ട് അയച്ചു. അത് ഓരോരുത്തർക്കുമുള്ള അവരുടെ അതായ ഒരു മേഖല നോക്കിയാണ് അയച്ചതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒരു വീക്ഷണം ഞാൻ കണ്ടത്. കാര്യം ET മുഹമ്മദ് ബഷീർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുള്ളി വിട്ടത് UAE-യിലേക്കാണ്, അതായത് നമ്മുടെ ഈ ദുബായിലേക്കാണ്. കാര്യം പുള്ളി ഒരു അറബിക് കുറച്ചുകൂടെ അറിയാവുന്ന ഒരാളാണ്. കൂടാതെ ഈ ഒരു കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, കാര്യം അറിയാലോ, ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ, അതായത് രാജ്യങ്ങൾക്ക് ആവശ്യമായ ആൾക്കാരെ വേണം വിടാൻ എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ജോൺ ബ്രിട്ടാസ് പോയേക്കുന്നത് ജപ്പാൻ, മലേഷ്യ, സിംഗപ്പൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ്. കേരളത്തിൽ നിന്ന് 3 MP മാർക്കുണ്ട്. അതുപോലെ കനിമൊഴി തമിഴ്നാട്ടിൽ നിന്ന്. അങ്ങനെ ഓരോ പർട്ടിക്കുലർ ആൾക്കാരെയും അവരുടെ കേപ്പബിലിറ്റി അനുസരിച്ച് സെലക്ട് ചെയ്ത് അയക്കുകയാണ് ചെയ്തത്. പിന്നെ എനിക്ക് അഭിമാനം ഉണ്ടായ കാര്യം എന്താന്ന് പറഞ്ഞാല്, നമ്മുടെ ശശി തരൂർ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ USA, അതായത് നമ്മുടെ ട്രംപിന്റെ USA, ഇപ്പൊ ട്രംപ് അറിയാലോ, ഒരുമാതിരി മറ്റേ വാവോയ കോടാലിയെ പോലെ നടക്കുകയാണ്. എന്തൊക്കെ വായത്തോന്ന് വിളിച്ച് പറയുന്നു, എല്ലാരും കിടന്നു അത് വെട്ടുന്നു ഇത് വെട്ടുന്നു. ഏതോ വലിയ തമ്പ്രാൻ മറ്റിലാണ് നമ്മുടെ ട്രംപ് എണ്ണം പോകുന്നത്. ആ ട്രംപണ്ണന്റെ നാട്ടിൽ ചെന്നിട്ട് നമ്മളെ ശശി തരൂർ തേച്ചങ്ങൊട്ടിച്ച്. കണ്ടായിരുന്നോ നിങ്ങൾ ആരെങ്കിലും? കാണണം. അതായത് നമ്മുടെ ട്രംപണ്ണന്റെ അടുത്ത് അവർ ചെന്നിട്ട്, അവരുടെ സ്ഥലത്ത് ചെന്നിട്ട് നമ്മുടെ ശശി തരൂർ വിശദമായിട്ട് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയും നമ്മുടെ ആക്ട് എന്താണ് നമ്മൾ ഉദ്ദേശിച്ച് ചെയ്തതെന്നുള്ളതും നമ്മൾ എന്തിനെയാണ് ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചതെന്നുള്ളതും, നമ്മളല്ലാതെ പാകിസ്ഥാൻ ജനതയ്ക്ക് എതിരല്ല എന്നുള്ള കാര്യം കൃത്യമായി ഓരോ പോയിന്റ് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ട്രംപണ്ണനായിട്ടുള്ള ഒരു കൊട്ടം എന്തോന്ന് പറഞ്ഞാല്, ട്രംപണ്ണനോട് പറഞ്ഞു, നിങ്ങള് വെറും യൂസ്ലെസ് ആണ്, നിങ്ങളെ പോലെ ഒരു ഭരണാധികാരി ഇതുവരെ അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ബിൽ ക്ലിന്റന്റെ കൂടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കോഫി അന്നൻ UN സെക്രട്ടറി ആണപ്പോ പുള്ളിയെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഒബാമ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പ്രസിഡന്റ് ആയിരുന്നു. ജോ ബൈഡൻ, ഇപ്പൊ ലാസ്റ്റ് ജോ ബൈഡൻ വരും ഇത്രയും നല്ല ഒരു പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ നിങ്ങൾ ഏറ്റവും യൂസ്ലെസ് ആയിട്ടുള്ള, ഒരു കോമൺ സെൻസും ഇല്ലാത്ത ഒരു പ്രസിഡന്റ് ആയിട്ടാണ് USA ഭരിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായില്ലേ? പച്ചയ്ക്ക്. അതും നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നല്ല പറഞ്ഞത്, അമേരിക്ക ചെന്നിട്ട് അമേരിക്കയുടെ പ്രസ് കോൺഫറൻസിൽ അവിടെ എല്ലാവരും കേൾക്കുകയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അഭിമാനിക്കണ്ടേ? കാര്യം ഈ പറഞ്ഞ ട്രംപണ്ണ ഇപ്പൊ കുറച്ച് കാലമായിട്ട് നമ്മുടെ ഇന്ത്യക്ക് ഇട്ട് തരുന്ന പണികൾ നമ്മൾ കാണുന്നതാണ്. അറിയാലോ, ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ചൈന വേണ്ട എന്ന് വെച്ചപ്പോൾ അവർക്ക് ഏറ്റവും നല്ല മാർക്കറ്റായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ പ്ലാന്റുകൾ സ്ഥാപിച്ചു. അപ്പം ട്രംപണ്ണൻ എന്ത് ചെയ്തു? ട്രംപണ്ണൻ പറയണു, അവിടെ ഉണ്ടാക്കിയ ഫോണുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെയ്താൽ നിങ്ങൾക്ക് ടാക്സ് ഏർപ്പെടുത്തും. അതുപോലെ മാമ്പഴം ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ ഏതോ മാമ്പഴം നമ്മൾ ഇന്ത്യയിൽ നിന്ന് കൊടുത്തുവിട്ട മാമ്പഴം ക്യാൻസൽ ചെയ്യും. ഇത് എല്ലാത്തിൻ്റെയും ഒരു ഈഗോയിസ്റ്റിക് മൂവ്മെന്റ് ആണ് അവർക്ക്. കാര്യം പുള്ളി വിചാരിക്കണം, പുള്ളി പറയണത് മാത്രം, ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ തമ്പ്രാൻ, ഞാൻ പറയണത് മാത്രം ലോകം കേട്ടാൽ മതി, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കണം, ഈ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതൊക്കെ പണ്ട് മനസ്സിലായില്ലേ? പണ്ട് പോലും നിങ്ങൾ പറയണ ഇങ്ങനെ ഏറ്റവും നമുക്കറിയത്തില്ല അമേരിക്ക. പക്ഷെ ഇപ്പം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഉണ്ടല്ലോ, എല്ലാവരും പറയണ കേൾക്കുന്നത് മാത്രമല്ല തിരിച്ചു പറയാൻ അറിയാവുന്ന ഒരാൾ കൂടിയാണ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും
ഈ ചൈന എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അവർ കയറി വരുന്നുണ്ട് നിങ്ങളുടെ മുകളിലോട്ട്. നിങ്ങളെ അടിച്ചങ്ങ് മേളിൽ പോവും ഉറപ്പായിട്ടും. മനസ്സിലായോ? സോ നിങ്ങൾ ഈ ലോക രാജ്യങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, നാളെ നിങ്ങൾക്ക് തന്നെ ഒരു വൻ അടിയായിട്ട് വരാം. സോ വീണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ, അതും നമ്മുടെ കേന്ദ്ര സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് ഇല്ലാത്ത ഒരാളുടെ പേര് കൊടുത്ത് അയച്ച മുതൽ എൻ്റെ പൊന്നണ്ണ ഒളിച്ചടുക്കി ചെന്നിട്ടുണ്ട്. അമേരിക്കക്കാർക്ക് കൃത്യമായിട്ട് എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക നമ്മളടുത്ത് കാണിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് അക്കമിട്ട് എണ്ണി കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, നിങ്ങൾ കാണുക. ഇനിയും ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ മോമെന്റ്സ് ഇന്ത്യയുടെ ഓരോ പ്രതിനിധികളും കാണിക്കട്ടെ. ഇന്ത്യയാണ് നമ്മുടെ രാജ്യം, ഇന്ത്യയാണ് നമ്മുടെ അഭിമാനം. ബെസ്റ്റ് ഓഫ് ലക്ക്.